എൻ്റെ പ്രിയരെ, എൻ്റെ പേര് തോമസ് മാത്യു, LICയുടെ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് LIC പോളിസിയിൽ നിങ്ങൾ ഒപ്പം മാറിപ്പോയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 10 വർഷം മുമ്പ് ഒരു ഒപ്പിടുന്നു, പോളിസി തീരാറായി വരുമ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പം വ്യത്യാസം വരാം. ആ സമയത്ത് LIC ഒരു സ്പെസിമെൻ സിഗ്നേച്ചറിന്റെ ഒരു ഫോം നമുക്ക് തരും. അത് ചിലപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് ചിലപ്പോൾ LIC ആവശ്യപ്പെടാം. പിന്നെ അതോടൊപ്പം തന്നെ ലോൺ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്പെസിമെൻ സിഗ്നേച്ചർ ചിലപ്പം LIC ആവശ്യപ്പെടാം. നോമിനേഷൻ ചേഞ്ചിന്റെ സമയത്തും ചിലപ്പം LIC ഈ സ്പെസിമെൻ സിഗ്നേച്ചർ LIC ആവശ്യപ്പെടാം. അപ്പൊ അത് ഫില്ല് ചെയ്യാനായിട്ട് സിമ്പിൾ കാര്യമുള്ളൂ. അപ്പൊ അതിനൊരു ഫോം നമുക്ക് LIC തരുന്നുണ്ട്. അത് ഗസറ്റർ റാങ്കിലുള്ള ആളുകളെ കൊണ്ട് ഫില്ല് ചെയ്യാനായിട്ടാണ് LIC തരുന്നത്. ഹെഡ് മാസ്റ്റർ ആകാം, ബാങ്ക് മാനേജർ ആകാം, LICയുടെ ബ്രാഞ്ച് മാനേജർ ആകാം, ഡെവലപ്മെന്റ് ഓഫീസർ ആകാം, LICയുടെ CMs ക്ലബ് മെമ്പേഴ്സ് ഒക്കെ ആകാം. അപ്പൊ ആർക്ക് വേണമെങ്കിലും ആ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തിരക്കുള്ള ആളുകളായതുകൊണ്ട് ചിലപ്പോൾ ഫില്ല് ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ സൈൻ ചെയ്താൽ മാത്രം മതി. അത്ര എളുപ്പമുണ്ട് നമുക്ക്. അപ്പോൾ ഗസറ്റ് റാങ്കിലുള്ള ആളുടെ പേര് എഴുതുന്ന ഫോം അവരത് ഫില്ല് ചെയ്തോളൂ. അപ്പൊ ഞാൻ ഈ ഫോമിനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഫോം ഞാനൊന്ന് താങ്കളെ പരിചയപ്പെടുത്താം. അപ്പൊ അത് പരിചയപ്പെടുത്താൻ അതിന്റെ ഫോം നമ്പർ ഉണ്ട്. LIC ആ ഫോം നമ്പറിന് ഫോം നമ്പർ KT 709 ആണ് അതിന്റെ ഫോം നമ്പർ. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതാം. ഫോം നമ്പർ KT 709 ആണ് ഇതിന്റെ ഫോം നമ്പർ. പിന്നെ ഇത് ഏത് ബ്രാഞ്ചിലാണ് ഈ LIC പോളിസി ചേർന്നെന്ന് LIC ചോദിക്കുന്നുണ്ട്. ഇത് ബ്രാഞ്ചിന്റെ നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ ഇൻഷുറൻസ് പോളിസി എടുത്തേക്കുന്നത് ആ ബ്രാഞ്ചിന്റെ നെയിം എഴുതുക. ബ്രാഞ്ചിന്റെ നെയിമാണ് അവിടെ LIC ചോദിച്ചിരിക്കുന്നത്. ബ്രാഞ്ച് നെയിം LIC ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോളിസി നമ്പർ, താങ്കൾ എടുത്തേക്കുന്ന പോളിസിയുടെ നമ്പർ LIC ചോദിച്ചിട്ടുണ്ട്. അടുത്തത് പോളിസി നമ്പറാണ് LIC നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ പോളിസി നമ്പർ LIC അവിടെ എഴുതാനുള്ള ഭാഗമുണ്ട്. അടുത്തത് അറ്റസ്റ്റിംഗ് ഓഫീസറുടെ പേരാണ്. അപ്പൊ അതൊന്നെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹമാണ് അറ്റസ്റ്റിംഗ് ഓഫീസർ തന്നെയാണ് ആ ഫാം ഫില്ല് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ പേരാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എളുപ്പമുണ്ട്. നെയിം ഓഫ് അറ്റസ്റ്റിംഗ് ഓഫീസർ എന്ന് എൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം തൊട്ട് മുകളിൽ നമുക്ക് ആ അറ്റസ്റ്റിംഗ് ഓഫീസറുടെ പേരാണ് നമുക്ക് വേണ്ടത്. അടുത്തത് വേണ്ടത് സിഗ്നേച്ചർ ഓഫ് പോളിസി ഹോൾഡറുടെ പേരാണ്. സിഗ്നേച്ചർ ഓഫ് പോളിസി ഹോൾഡറുടെ ഒപ്പാണ് വേണ്ടത്. സിഗ്നേച്ചർ അതായത് പോളിസി എടുത്ത ആളുടെ ഒപ്പാണ് അവിടെ വേണ്ടത്, പോളിസി എടുത്തേക്കുന്ന ആളുടെ. പിന്നെ അതിന്റെ ഇപ്പറേ തന്നെ 1, 2, 3 അവിടെ 1, 2, 3 എന്ന പറഞ്ഞ ഭാഗത്ത് 3 ഒപ്പും പോളിസി എടുത്തേക്കുന്ന ആളുടെ ഒപ്പാണ്. അറ്റസ്റ്റിംഗ് ഓഫീസറുടെ അല്ല, പോളിസി എടുത്തേക്കുന്ന ആളുടെ ഒപ്പ് തന്നെ 1, 2, 3 ഇങ്ങനെ ഭാഗത്ത് സൈൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ പോളിസി എടുത്ത ആളുടെ അഡ്രസ്സാണ് അടുത്തത് വേണ്ടത്. നെയിം, അഡ്രസ് ചോദിച്ചിട്ടുണ്ട്. പോളിസി എടുത്തേക്കുന്ന ആളുടെ പേര്, അഡ്രസ്, നെയിം ഇതെല്ലാമാണ് LIC ചോദിച്ചേക്കുന്നത്. അതുകൂടാണ്ട് അതിന്റെ തൊട്ട് താഴെ സർട്ടിഫൈഡ് ആറ്റ് ദ സിഗ്നേച്ചർ ഓഫ് ഒരു ചോദിച്ചിട്ടുണ്ട്. അവിടെ പോളിസി ഹോൾഡറുടെ പേരാണ് അവിടെ വരേണ്ടത്. പോളിസി എടുത്തേക്കുന്ന ആളുടെ നെയിമാണ്, പോളിസി ഹോൾഡറുടെ പേരാണ് അവിടെ വരേണ്ടത്. പോളിസി ഹോൾഡറുടെ നെയിമാണ് അവിടെ വരേണ്ടത്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ തീരാറാവുന്ന സമയത്ത് LIC ചോദിച്ചേക്കുന്നത് സിഗ്നേച്ചർ ഓഫ് അറ്റസ്റ്റിംഗ് ഓഫീസർ, അതായത് അറ്റസ്റ്റ് ചെയ്യുന്ന ഓഫീസർ ആരാണോ അദ്ദേഹത്തിന്റെ പേര്, നെയിം, അഡ്രസ് ആണ് അവിടെ LIC ചോദിച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ പ്ലേസും ഡേറ്റും, നിങ്ങൾ ഏത് ഡേറ്റിലാണ് അവിടെ LIC കൊടുക്കുന്നതെങ്കിൽ ആ പ്ലേസ് ചോദിച്ചിട്ടുണ്ട്, ഏത് സ്ഥലമാണെന്നും LIC ചോദിച്ചിട്ടുണ്ട്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ LICയുടെ ഫോം. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.